ശരീരത്തില് ഇപ്പോ രണ്ട് ആളുകളാണ് തീരുമാനം എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആർക്കും സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. അതിന് കാരണം നമ്മുടെ ശരീരത്തിൽ തീരുമാനം എടുക്കുന്നത് ഒന്ന് നമ്മുടെ ലോവർ സെൽഫും, രണ്ട് ഹയർ സെൽഫ്. ഈ ലോവർ സെൽഫ് എന്ന് പറയുന്നത് മറ്റൊരു പേരാണ് ഡെവിൾ അഥവാ ചെകുത്താൻ, ഇബ്ലീസ്. ഓക്കെ. രണ്ട് ഹയർ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവം, ഗോഡ്. എക്സാമ്പിൾ, ജസ്റ്റ് ക്ലോസ്. ഒന്ന് കണ്ണടച്ച്. യെസ്, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ രണ്ടുപേര് സംസാരിച്ചു. രണ്ടുപേര് ഇതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ പറ്റും, എനിക്ക് പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോഡ്. നിനക്ക് വേറെ പണിയില്ലേ, നിനക്കുള്ളത് സാധിക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോഡ്. ക്ലിയർ? ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നിരന്തരം അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തെറ്റായ വഴിയുടെ പോകുക ശ്രദ്ധിച്ചോ, ദാറ്റ് ഈസ് ഗോഡ്. നിങ്ങൾ മോശമായ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെകുത്താനാണ്. പേര് ഷാജഹാൻ ഇന്ന് നോമ്പെടുത്തില്ല. ആര് പറഞ്ഞു? ചെകുത്താൻ. ഷാജഹാൻ ഇന്ന് ഭയങ്കര വാശിയോടെ വീരോടെ പറയും, ഞാനിന്ന് നോമ്പെടുത്തില്ല. അല്ലെ? ആരാ? ചെകുത്താൻ. അല്ലെ? ഇന്ന് നോമ്പെടുത്തു, ദാറ്റ് ഈസ് ഗോഡ്. ഇത്രയുള്ള പ്രശ്നം. നമ്മളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കാതിരിക്കുന്നത് ചെകുത്താനും, നമ്മളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കുന്നത് ദൈവം. അപ്പൊ ഇവിടെ നമ്മൾ ഇത്ര നാളും ഇവിടെ വളർന്നു വന്നപ്പോ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ശരീരത്തിലുള്ളത് 80% ആരാ? ലോവർ സെൽഫ് അഥവാ ചെകുത്താൻ. 20% ഹയർ സെൽഫ്. അപ്പൊ ആർക്കാ പവർ കൂടുതല്? അപ്പൊ നമ്മളെ കൊണ്ട് 9 മണിക്ക് വരാന്ന് പറഞ്ഞാലും ഇവിടെ എത്തിക്കാതിരുന്നത് ആരാ? ചെകുത്താൻ. അപ്പൊ ഇവിടെ വൈകി വന്നത് ആരാ? ചെകുത്താന്റെ പിടിയിൽപ്പെട്ടവർ. ഇവിടെ താമസിച്ചിട്ടും വൈകി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെകുത്താന്റെ പിടിയിൽ കുറച്ച് അംശം കൂടുതലാണ്. മനസ്സിലായോ? പിന്നെ 9 മണി ആരാ? പുറത്തൊന്നും പോകണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഉറങ്ങട്ടെ, ഒന്നും കൂടെ മേക്കപ്പ് ഒന്ന് കൂടെ കിട്ടെ. ആരാ? ചെകുത്താൻ. ക്ലിയർ ആയോ? ഹെൽമൻ ഇവിടെ വൈകി വന്നിട്ടുണ്ടെങ്കിൽ ആരാ ചതിച്ച്? നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ചെകുത്താൻ. ഇവിടെ ലിപ്സ്റ്റിക് കുറച്ച് കൂടുതൽ ഇട്ടു, ആര് പറഞ്ഞിട്ടാ? അല്ലേ? ചെകുത്താൻ. സബിത ടീച്ചറാണ് ചെകുത്താൻ. അല്ലേ? അപ്പൊ ഈ ചെകുത്താന്റെ പെർസെന്റേജ് കുറച്ച് ദൈവത്തിന്റെ പെർസെന്റേജ് കൂട്ടിയെങ്കിലേ പണം നമ്മുടെ കയ്യിലേക്ക് വരും. ചെകുത്താന്റെ പ്രസൻസ് കൂടുതലുള്ള സ്ഥലത്തേക്ക് പണം വരില്ല. അപ്പൊ രണ്ട് പ്രശ്നം. ഈ ചെകുത്താന്റെ പെർസെന്റേജ് കുറച്ച് ദൈവത്തിന്റെ കൂട്ടിക്കഴിഞ്ഞാലോ പണം നമ്മുടെ കയ്യിലേക്ക് വരികയും ചെയ്യും, ആ പണം നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇത് ഇവിടെ 80 എന്നുള്ളത് 60, അവിടെ 40 ആകുന്നത് എന്ത് ചെയ്യും? പണം വരും, പക്ഷെ കൂടെ നിൽക്കില്ല. ക്ലിയർ? ഇത് ഈ റേഷ്യോ മാറുമ്പോൾ പണം വന്നു തുടങ്ങും. പക്ഷെ എന്താണ്? പണം വരുന്നു, പക്ഷെ എന്ത് ചെയ്യും? പോയി, ദേ വന്നു. അല്ലെ? ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പണം വരുന്നു, പോകുന്നു. ഇനി കുറച്ചും കൂടി കൂട്ടുമ്പോഴോ 50-50 അവൻ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. അങ്ങനെ വന്നു തുടങ്ങുമ്പോ പിന്നെ എന്ത് ചെയ്യണം? നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, നല്ലത് മാത്രം. വേറെ ഒരു ദുഷ്ടചിന്തകളോ എക്സ്ക്യൂസുകളോ പറയരുത്. പറഞ്ഞാലോ പോകും. ക്ലിയർ? ഞാൻ എന്തുകൊണ്ട് 8:59 എത്തി? ഇവിടെ ഞാൻ 8:59 9 മണിക്ക് മുമ്പ് വന്നില്ലെങ്കിൽ എന്റെ കയ്യിലുള്ള കാശ് കൊണ്ടു എന്റെ പണത്തെ സംരക്ഷിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് പണം വരുത്താൻ അറിയില്ല, നിങ്ങൾക്ക് പണത്തെ നിലനിർത്താൻ അറിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലെ ലോവർ സെൽഫ് അഥവാ ചെകുത്താൻ. ഇത് നമ്മുടെ ഉള്ളിൽ പലതും നമ്മളല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ലോവർ സെൽഫാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കുറച്ചു കൊണ്ടുവരാം? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തോരം കഷ്ടപ്പെട്ട് ഞാൻ പണ്ടാറവാനായിട്ട്, ഇല്ലേ? ചിന്തിച്ചിട്ടില്ലേ? ഈ ദൈവത്തിന് എന്താ എന്റെ ഇത്രക്ക് ദേഷ്യം? ചിന്തിച്ചിട്ടില്ലേ നിങ്ങൾ? എന്തോരം കഠിനാധ്വാനം ചെയ്ത് ഇത്ര വർഷമായി? ചിന്തിച്ചിട്ടില്ലേ? എന്താ കാരണം? ആ ഒരു
ലോവർ സെൽഫിന്റെ അംശം കൂടുതലാണ്. ഇതിനെ കുറയ്ക്കാതെ നിങ്ങളിന് മരണം വരെ ജോലി ചെയ്താലും നോവേ. ഇതാണ് നമ്മൾ പണം ഉണ്ടാക്കാൻ പഠിക്കേണ്ട ദി സെക്കൻഡ് റൂൾ. എങ്ങനെ ലോവർ സെൽഫിനെ കുറച്ചു കൊണ്ടുവരാം. നമ്മുടെ ഉള്ളിലുള്ള അസൂയ, നമ്മുടെ ഉള്ളിലുള്ള കുശുമ്പ്, പരാതി പറച്ചില്, ഇതെല്ലാം ഇവനാ പിന്നെങ്കിലും മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ലവനാണത്. പിന്നെ അവിടെ പ്രൊക്രാസ്റ്റിനേഷൻ എല്ലാം പിന്നെ ലവനാ അവൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട? ഞാൻ ഏതെങ്കിലും സമയത്ത് ലേറ്റ് ആവാറില്ല. ഇല്ല, ഞാൻ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് വരുന്നു. ഇന്ന് ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഹയർ സെൽഫുള്ള, ഇത് ലോവർ സെൽഫ് ഉണ്ടെങ്കിൽ എന്നോട് സംസാരിപ്പിക്കില്ലെന്നേ. ക്ലിയർ? അപ്പൊ ഈ ഹയർ സെൽഫിനെ കൊണ്ടുവന്നാലോ ഇപ്പൊ ഞാൻ നിങ്ങളൊപ്പം കണക്റ്റഡാണ്. കുറച്ച് സമയം നിങ്ങൾക്ക് മനസ്സിലാകാതെ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഐ ലോവർ സെൽഫ്. പക്ഷെ ഞാനപ്പോ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ എങ്ങനെ ഈ ലോവർ സെൽഫിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാം? അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ ബ്രെയിൻ നിർമ്മിക്കുമ്പോ തന്നെ ഹയർ സെൽഫ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ഇവിടെ നമ്മൾ ജനിക്കാൻ പറഞ്ഞ് എന്ത് നല്ല കൊച്ചാണ് അല്ലെ, പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നമ്മൾ ഒരു ദിവസം നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോ ടോട്ടലി നമ്മൾ എവിടെയായിരുന്നു? വി ആർ ഇൻ ഹയർ സെൽഫ്. ദൈവത്തിന്റെ മാലാഖയായിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു. പക്ഷേ ഈ ഭൂമിയിലേക്ക് പിറന്നപ്പോ ആരാ ജനിപ്പിച്ചേ? അച്ഛനും അമ്മയും. അവർക്ക് ഏകദേശം 25-30 കൊല്ലം ജീവിച്ചവരാ. അവരെന്ത് ചെയ്യും? വേണ്ടാത്ത പലതും നമുക്ക് പറഞ്ഞു ചെയ്യില്ലട്ടാ, വേണ്ടട്ടാ, ഇങ്ങനെ പല കാര്യങ്ങളും പഠിപ്പിച്ച് ലോവർ സെൽഫ് നമ്മുടെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്തു. അത് കുത്തിവെച്ചു അല്ലെ? ഈ സമയത്ത്, ഈ നിർമ്മിക്കുന്ന സമയത്ത് വി ആർ പെർഫെക്റ്റ്, അത്രയ്ക്ക് സൂപ്പറായത് നമ്മൾ. അപ്പൊ എവിടെയാണ് തെറ്റിപ്പോയത്? നമുക്ക് നോക്കിയാലോ അല്ലെ, എവിടെ തെറ്റി? അപ്പൊ തെറ്റിയത് ഈ ഗ്രോയിങ് സ്റ്റേജ് ഗെറ്റ്സ് ട്രാപ്ഡ് ഇൻ ലോവർ സെൽഫ്. നമ്മൾ വളർന്നു വന്നപ്പോ തന്നെ ഈ ലോവർ സെൽഫിന്റെ ചെകുത്താന്റെ പിടിയിൽ പതുക്കെ പതുക്കെ അകപ്പെട്ടുപോയി. മറ്റൊരു കാര്യം കൂടെ, അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ. നിങ്ങൾ സമ്മതിക്കില്ല അത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. എന്തുണ്ട് കയ്യിൽ? 0 ആണോ? ഒറ്റ ചോദ്യമുള്ളൂ. അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപ ഒരു മാസം എനക്കാണ്ട് വെക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? കാരണം യു ആർ ഇൻ ലോവർ സെൽഫ്. നിങ്ങൾ ലോവർ സെൽഫിന്റെ പിടിയിലാണ്. ക്ലിയറായോ? മാറ്റണം നമുക്ക്, മറിക്കണം നമുക്ക്, അല്ലെ? ചേഞ്ച് ആക്കട്ടെ നമുക്ക്. യെസ്, ഓക്കെ. അപ്പൊ ഈ ട്രാക്ക് നമുക്കൊന്ന് പഠിച്ചാലോ? അപ്പൊ ഇവിടെ പറയുന്നത് ഈ ലോവർ സെൽഫ് 5 വയസ്സ് തുടങ്ങുമ്പോ പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വന്നോളൂ. പതുക്കെ ബുദ്ധി വെക്കുന്നേ ഉള്ളൂ. അപ്പൊ തുടങ്ങും അച്ഛനമ്മമാര് ഒന്ന് നടന്നു തുടങ്ങുമ്പോ, മോനെ മോളെ ചെയ്യല്ലേ, ഇന്ന് 5 വയസ്സായ പെൺകുട്ടികളെ തന്നെ പുറത്തിറക്കില്ല, മോളെ നീ പെണ്ണാണ്, നീ പോവല്ലേ, അല്ലെ? ഇന്ന് പല അക്രമങ്ങളോട് വരുമ്പോ 5 വയസ്സ് മുതലാണ്. അത് 10 വയസ്സായപ്പോ കൂടി 15, 20, 25 വയസ്സെത്തുമ്പോ നമ്മൾ ഒരു പൂർണ്ണമായിട്ടും 80% എബവ് ലോവർ സെൽഫിന്റെ പിടിയിൽ അകപ്പെട്ടു. ക്ലിയർ? ഇവിടെ എന്തുകൊണ്ട് ലിൻഡു ഇവിടെ വന്ന് വലിയൊരു നേട്ടം കൈവരിച്ചെന്ന് ചോദിച്ചാൽ, ലിൻഡിന് ഇവിടെ വരും 22 വയസ്സാണ്. പിടി പതുക്കെ പിടിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതേ ലിൻസിനെ കിട്ടിയില്ല, 25 കഴിഞ്ഞു. വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ? അപ്പൊ ഇവിടെ നിങ്ങളെ പിടിയിൽ നിന്ന് അകറ്റ കൊണ്ടുവരാന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ അല്ല. ഇവിടെ ഈ ഇരിക്കുന്നത് ഒരു 20, 25, 22 വർഷം പിള്ളേരാണെങ്കിൽ വെരി സിമ്പിൾ. എന്റെ 2ാമത്തെ മകൻ ബാഗിൽ ഇരിക്കുന്നുണ്ട്, 19 വയസ്സാണ്. അവനെ ഞാൻ പൊടിക്കും. കാരണം അവനക്ക് മുഴുവൻ കൊടുക്കുന്നത് ഇപ്പൊ അവൻ പിടിയിൽ കുറച്ചേ പെട്ടിട്ടുള്ളൂ, വിടില്ല. അവനെ ലോവർ സെൽഫിൽ ഞാൻ കൊടുക്കില്ല. പക്ഷെ ഷാനിലെ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവൻ 28ആയി. അവൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യില്ല, പക്ഷെ അവൻ കേൾക്കും. അതായത് വ്യത്യാസം. കേൾക്കുന്നുണ്ടോ? ഞാൻ റിയാലിറ്റിയിലേക്ക് വരാം. എല്ലാം റിയാലിറ്റിയാണ്. ഒന്നും ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതമാണ്, എന്റെ മക്കളാണ്, എന്റെ ഭാര്യ, എന്റെ അമ്മയെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പരീക്ഷ അവിടെ നടത്തണേ. എന്റെ വീട്ടിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും, വീട്ടില് പണം ആകർഷിക്കുന്ന രീതി, വികസിക്കുന്ന രീതി. അതായത് നമ്മുടെ റൂമിൽ
ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ അലറി ഭാര്യയെ വഴക്ക് പറഞ്ഞേ അല്ല ഭർത്താവിന്റെ തല്ലുപിടിച്ചേ 5 മിനിറ്റ് സമയം കഴിഞ്ഞാൽ ആ വെള്ളം പരിശോധിച്ചാൽ അത് കലങ്ങി മറിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ചെക്ക് ചെയ്തോ? ഇനി അടുത്തൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അവിടെ നമ്മൾ പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അവിടെ നമ്മൾ പോസിറ്റീവ് മാത്രം ചെയ്യുമ്പോൾ ആ വെള്ളം ടെസ്റ്റ് ചെയ്താൽ അത് ക്രിസ്റ്റൽ ക്ലാരിറ്റി എന്നാ പറയാം. ഇതും ഞാൻ ടെസ്റ്റ് ചെയ്ത വീട്ടിൽ ക്ലിയർ. ഞാനിവിടെ എന്തെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രൂഫ് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറയുന്നു, പ്രൂഫ് ഉള്ളത് മാത്രമേ പറയൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പോകേണ്ടത് ഈ ഒരു ലോവർ സെൽഫിന്റെ പിടിയിൽ നിന്നും നിങ്ങൾ മാടാൻ വേണ്ടിയില്ലേ ചിത്തരോഗി, മനോരോഗിയാണ് നിങ്ങൾ. നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ബാധയെ ഒഴിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇവിടെ വന്ന് പലരും